വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ മുൻകൂറായി ആലോചിച്ചുറപ്പിച്ച ഒരു കച്ചവട രീതിയിലാണ് കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. സെബി ലിസ്റ്റിംഗ് ഓഫ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് 2015 പ്രകാരം ഓഹരി കൈമാറ്റം സുതാര്യമായിരിക്കണമെന്നും ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികളെ അറിയിക്കണമെന്നുമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്നാൽ വസ്തുത പരിശോധിച്ചാൽ ഈ സെബി അധികാരികൾക്ക് മുൻപാകെയും കാര്യങ്ങൾ സുതാര്യമായി അറിയിച്ചിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ പൊതു താല്പര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും ഇന്നലെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായി കാണുന്നില്ല. ആവശ്യമായ ജാഗ്രതയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു കത്തയക്കാനിടയായത്. സംസ്ഥാന സർക്കാരുമായി നേരത്തെ അദാനി ഒപ്പിട്ട കരാറിൽ ക്ലോസ് 5.3.1 പ്രകാരം ഉടമസ്ഥാവകാശം മാറുന്നതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഓഹരി കൈമാറുന്ന കാര്യത്തിലും സമാനമായ നിയന്ത്രണമുണ്ട്. ഒറ്റക്കോ കൂട്ടായോ 25% മുകളിൽ ആർക്കെങ്കിലും ഓഹരി കൈമാറുന്നതിനും മുൻകൂർ അനുമതി ആവശ്യമാണ്. അദാനി ഗ്രൂപ്പിന് ഉടമസ്ഥാവകാശം മൊത്തത്തിലോ ഓഹരി കൈമാറ്റത്തിലോ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ കഴിയില്ല. ഇതാണ് ക്ലോസ് 5.3 വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ സെബിയെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച കരാർ ഏർപ്പെട്ടതായി അറിയിക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി തേടുക എന്നത് കേവലമായൊരു സാങ്കേതികതയല്ല. ഇത്തരമൊരു കൈമാറ്റത്തിൻ്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. ഇതൊക്കെ ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതുകൂടാതെ 2015 സെബി
ലിസ്റ്റിംഗ് ഓഫ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് റെഗുലേഷൻ 30 പ്രകാരവും അനുബന്ധ സർക്കുലർ പ്രകാരവും അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതല്ല. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചു പോകേണ്ടതാണ്. കൃത്യവും സുതാര്യവുമായ വെളിപ്പെടുത്തലുമില്ല. ദേശീയ സുരക്ഷയും പൊതു താല്പര്യവും പാലിച്ചുകൊണ്ട് മാത്രമേ അനുമതി നൽകാവൂ എന്നാണ് കരാറിലുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ലഭ്യമാക്കാത്തതുകൊണ്ടും സെബി റെഗുലേഷൻസ് പാലിക്കാത്തതുകൊണ്ടും ഓഹരി കൈമാറ്റം സംബന്ധിച്ച അപേക്ഷയിൽ അദാനി ഗ്രൂപ്പിനോട് വിശദീകരണം തരണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്മേൽ മറ്റ് മേൽ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചാൽ അദാനി ഗ്രൂപ്പിൻ്റെ ആവശ്യം നിലനിൽക്കുന്നതല്ല എന്ന് കാണാൻ കഴിയും. സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വഴിവിട്ട സഹായം നൽകുമോ? അതാണ് ഇനി അറിയാനുള്ളത്. ഇവിടെ ഈ അദാനി കമ്പനിയുടെ 49% ഓഹരികൾ എം എസ് സിയുടെ സബ്സിഡറി കമ്പനിയായ മുണ്ടി ലിമിറ്റഡ് കൈമാറുന്ന വിവരം ജൂൺ 30-നാണ് പുറത്തു വന്നത്. 29-ാം തീയതി അദാനി ഗ്രൂപ്പ് സെബിക്ക് ഓഹരി കൈമാറ്റത്തെ സംബന്ധിച്ച് കത്ത് നൽകിയതായിട്ടാണ് കാണുന്നത്. ഈ വിവരം പുറത്തു വന്ന ഉടനെ കഴിഞ്ഞ 1-ാം തീയതി, ജൂലൈ 1-ാം തീയതി നിയമസഭയിൽ ഈ പ്രശ്നം പ്രത്യേകമായി തന്നെ ഞാൻ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ്. കൺസെഷൻ എഗ്രിമെന്റിലെ 5(2), 5(3) ഈ ക്ലോസുകളുടെ നഗ്നമായ ലംഘനമാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി കൈമാറ്റം, അതിനുള്ള നീക്കം എന്നത് ആ ഘട്ടത്തിൽ സൂചിപ്പിച്ചതായിരുന്നു. അത്തരം ഓഹരി കൈമാറ്റത്തിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ലഭ്യമാകണം. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ അനുമതിക്കായുള്ള ഒരപേക്ഷയും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ്. ഇവിടെ ഒരു പ്രത്യേകത കാണേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ പരിശോധിക്കണം. ഒന്ന്, തുറമുഖ കൈകാര്യം ചെയ്യുന്ന വകുപ്പ്, ആ മന്ത്രി കാണണം. പിന്നെ നിയമവകുപ്പ് ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും, നിയമമന്ത്രി കാണണം. ചില ഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് പരിശോധിക്കേണ്ടതുണ്ടാകും, അപ്പോൾ ധനകാര്യമന്ത്രി കാണണം. ഇവിടെയുള്ളൊരു പ്രത്യേകത ഇതെല്ലാം ഒരാളാണെന്നുള്ളതാണ്.
കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പോർട്ടും നിയമവും ധനകാര്യവും എല്ലാം മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ അദാനി ഗ്രൂപ്പിന് സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം ലഭിച്ചത്? അവിടെയാണ് അതീവ ഗൗരവമായ സംശയം ഉയരുന്നത്. ഇത് നിയമസഭയിൽ ഉന്നയിച്ചതിൻ്റെ പിറ്റേ ദിവസം 2-ാം തീയതി നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഞാൻ നടത്തിയ പത്രസമ്മേളനം. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. അതിൽ കാര്യങ്ങൾ വളരെ ലാഘവത്തോടെയാണ് സമീപിച്ചത്. ഇതൊരു ഗുരുതരമായ കരാർ ലംഘനമാണ്. അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ കരാർ ലംഘനം ഉണ്ടായിട്ടും കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള നിയമോപദേശം തേടുമെന്നോ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നോ ആ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നില്ല. ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് 49% ഓഹരി കൈമാറ്റം ചെയ്യുന്നതായി അറിയിപ്പ് വന്നതുകൊണ്ട് സെബിക്ക് മുൻപാകെ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ആ കാര്യവും ആ പ്രസ്താവനയിൽ പരാമർശിക്കുന്നേയില്ല. അപ്പോൾ ഇത് ഗൗരവമായി കാണുന്നില്ല എന്നാണ്. നിയമോപദേശം തേടുന്നില്ല. സെബിക്ക് മുന്നിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഒരു തരം ദുരൂഹത ഇതിനകത്തെല്ലാം കാണാൻ കഴിയും. ഒരു സംസ്ഥാന സർക്കാരിന് ഒരു വിലയും കൽപ്പിക്കാതെ ഒരു കമ്പനിക്ക് തങ്ങൾക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എവിടുന്നാണ് അവർക്ക് ഈ ധൈര്യം കിട്ടിയത്? വിഴിഞ്ഞം പോർട്ട് സംസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണല്ലോ. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിൽ സംസ്ഥാന സർക്കാർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പണം നിക്ഷേപിക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണമാണല്ലോ. ഈ കാര്യത്തിൽ കേരളീയരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന കടുത്ത ആശങ്കയാണ് ഉയരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അദാനിക്ക് തീരെഴുതുന്ന, ഞാൻ പറഞ്ഞതല്ലത്, അദാനി മോദി കൂട്ടുകെട്ടിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായി പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലുള്ള വാക്കുകളും ഇങ്ങനെ തന്നെയായിരുന്നു. അതോടൊപ്പം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരസ്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ
ഒരു കാര്യം ശ്രീ വേണുഗോപാൽ വ്യക്തമാക്കി, അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അദാനിക്ക് അപ്രമാദിത്വമുള്ളത്. അവിടെ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ അദാനിക്ക് തോന്നിയ പോലെ ചെയ്യാൻ കഴിയും എന്നാണ് ശ്രീ വേണുഗോപാൽ സൂചിപ്പിച്ചത്. പക്ഷേ കേരളത്തിൽ അത്തരമൊരു ഗവൺമെന്റ് അല്ലല്ലോ എന്നും ശ്രീ വേണുഗോപാൽ പറയുകയുണ്ട്. പക്ഷെ എന്താണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് ഇത്തരത്തിലൊരു വലിയ പരിഗണന ശ്രീ വേണുഗോപാലിന്റെ ഭാഷയിൽ BJP ഗവൺമെന്റുള്ള സംസ്ഥാനത്ത് ലഭിക്കാനിടയുള്ള തരത്തിലുള്ള പരിഗണന കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നതിനിടയാക്കി. അപ്പൊ അതാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്, കോൺഗ്രസ് നേതൃത്വം പറയാതെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണന നൽകി എന്നുള്ളതാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനും അവരുടെ നിയമലംഘനങ്ങൾക്ക് ഭരണകൂടത്തിന്റെ സംരക്ഷണം നൽകാനുമുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ നീക്കങ്ങളെ പ്രതിപക്ഷം ശക്തമായി തന്നെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. അദാനിയുടെ വക്താവായി മാറുന്ന നില ഉപേക്ഷിച്ച് സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കണം. അദാനി ഗ്രൂപ്പ് ഓഹരി വിൽപ്പന സംബന്ധിച്ച് അയച്ച കത്ത് ജൂലൈ 1 തന്നെ സർക്കാരിന് നൽകിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ജൂലൈ 2 മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ പത്രക്കുറിപ്പ്, അതിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ്. ഓഹരി വിൽപ്പന സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് വീണ്ടും സർക്കാരിന് കത്ത് നൽകിയെന്നാണ് ഒടുവിൽ വന്ന വാർത്ത. സർക്കാരിന് കത്ത് ലഭിച്ചോ ഇല്ലയോ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദാനി കമ്പനി സർക്കാരിന് വീണ്ടും കത്ത് നൽകിയതിലൂടെ ഓഹരി വിൽപ്പന സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നത് അടിവരയിടുകയാണ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി വിൽപ്പനക്കായി സെബിക്ക് നൽകിയ കത്ത് പിൻവലിക്കാൻ അദാനി കമ്പനി തയ്യാറായിട്ടില്ല. സർക്കാരിനെ വീണ്ടും സമീപിച്ച വിവരം സെബിയെ അറിയിക്കാനും അദാനി കമ്പനി തയ്യാറായിട്ടില്ല. ഇതിലെല്ലാം കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി ജനങ്ങൾ സംശയിച്ചാൽ തെറ്റില്ല. അടിയന്തരമായി വേണ്ടത് ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ വ്യക്തത വരുത്തലാണ്. സംസ്ഥാന താല്പര്യത്തിന് ദോഷകരമായ
ഒരിടപാടാണ് നടക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, സുതാര്യമായി നടക്കേണ്ട കാര്യങ്ങൾ എല്ലാം അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. തുറമുഖത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തുള്ള പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പൂർത്തിയായാൽ 75% വരെ കൈമാറാൻ അധികാരമുണ്ടെന്നും ഇതിനെല്ലാമുള്ള സർക്കാരിന്റെ അനുമതി നൽകണം എന്നുമാണ് കത്തിലുള്ളതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് എന്താ? ഓഹരി കൈമാറ്റം 49% മുകളിൽ പോകും എന്ന സൂചനയാണ്. ഓഹരി കൈമാറ്റം ഉടമസ്ഥാവകാശത്തിന്റെ മാറ്റമായി, ഓണർഷിപ്പ് ചേഞ്ച്. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണോ? ഏത് സാഹചര്യത്തിലും കൺസെഷൻ അഗ്രിമെന്റിന്റെ 5.3 പരിശോധിച്ചാൽ അങ്ങനെ കഴിയില്ല എന്ന് വ്യക്തമാണ്. എന്നാൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ഈ വഴിവിട്ടി ആവശ്യങ്ങൾക്കെല്ലാം വഴങ്ങി അദാനിയുടെ താല്പര്യത്തിന് കീഴടങ്ങുമോ? അതാണ് ഇനി അറിയാനുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി നിലനിൽക്കാത്ത സെബിക്ക് നേരത്തെ നൽകിയ അപേക്ഷ പിൻവലിക്കാൻ അദാനി ഗ്രൂപ്പ് തയ്യാറായിട്ടില്ല. ഇവിടെയാണ് കരാർ ലംഘനമടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി കാര്യങ്ങൾ അദാനിയുടെ വഴിക്ക് നീങ്ങാതിരിക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണം. നാടിന്റെ താല്പര്യം മുൻനിർത്തി സംസ്ഥാന ഉടമസ്ഥതയിൽ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ടു പോകുന്നതിന് തുടർന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ജാഗ്രത ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. അല്ല, ഈ കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കും. നിയമപരമായി നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിക്കുന്നില്ല. ആ ബാധ്യത നിർവഹിക്കാതെ തന്നെ അവരവരുടെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് പ്രസക്തമായൊരു ചോദ്യം വരുന്നത്. എങ്ങനെയാണ് ആ ധൈര്യം കിട്ടുന്നത്? ഒരു സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കരാറുണ്ടായിരിക്കെ അതൊന്നും സാരമില്ല, ഞങ്ങൾ വിചാരിച്ചെടുത്ത് കാര്യം എത്തിക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ എങ്ങനെ ഈ കമ്പനിക്കുണ്ടാകും? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഉത്തരവാദിത്വം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകണം. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട്, നിയമം, ധനം, മന്ത്രിസഭയിൽ പോകേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെ. എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്. അപ്പൊ എങ്ങനെ അത്തരം ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രത്യേക ധൈര്യം അദാനിക്കുണ്ടായി? അതാണ് സംശയം. അല്ല, ഇതെല്ലാം ആളുകൾ സംശയിച്ചാൽ തെറ്റില്ലാലോ. അതല്ലേ നമ്മൾ കാണേണ്ടത്. വളരെ വ്യക്തമായ നിയമവിരുദ്ധ കാര്യങ്ങളാണല്ലോ നീങ്ങിയിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു കമ്പനി, ഇതുപോലൊരു പ്രധാനപ്പെട്ട കമ്പനി ഇത്രയും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടും? ആ ധൈര്യം എവിടുന്ന് കിട്ടി?
ആ ധൈര്യം എങ്ങനെ കിട്ടി എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തണം. ബാക്കി കാര്യങ്ങൾ പുറത്തു വരുമല്ലോ മെല്ലെ മെല്ലെ. അതുകൊണ്ടാണല്ലോ സെബിയുടെ മുന്നിൽ ഇപ്പോൾ പരാതി ഞാൻ ഉന്നയിച്ചത്. അത് ശരിയല്ലാത്ത വാദഗതിയാണ്. അതൊക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. ഒരു തരത്തിലും ശരിയായിട്ടുള്ള കാര്യമല്ല. അല്ല, കമ്പനിയുടെ താല്പര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുമല്ലോ. ആ നീക്കങ്ങൾ നടന്നാൽ നമ്മുടെ താല്പര്യമല്ലേ നമ്മൾ നോക്കേണ്ടത്. MSC ഇതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കമ്പനിയാണല്ലോ. അവരൊരു വലിയ ലോകത്തെ വലിയ കപ്പൽ കമ്പനികളിൽ ഒന്നാണ്. അവർ നേരത്തെ നമ്മുടെ പോർട്ടിൽ വന്നിട്ടുണ്ട്. അതിന്റെ മറ്റു വശങ്ങൾ വേറെയുണ്ട്. ആ ഒരു കമ്പനി ഇതിന്റെ ഉടമസ്ഥാവസ്ഥയിൽ വന്നാൽ ഈ പോർട്ട് തന്നെ ഒരു മൊണോപ്പൊളി രീതിയിലേക്ക് പോകും. അത് മറ്റു കമ്പനികൾക്ക് വരുന്നതിന് അത്ര ഗുണകരമായിരിക്കില്ല. അതൊക്കെ അതിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കാര്യം. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ല ഇതിൽ പ്രശ്നം. ഈ അദാനി കമ്പനി എങ്ങനെ ഇത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങൾക്ക് ധൈര്യപ്പെട്ടു, അതാണ് പ്രശ്നം. അല്ല, അതൊന്നും ഇപ്പം വ്യക്തമാക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലില്ലല്ലോ. ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ ചില പ്രശ്നങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട ചില നടപടികൾക്ക് അനുകൂലമായ നിലപാട് എടുത്തു കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ മേലെയായിരുന്നു. അതിനവർ നിന്നിട്ടില്ല. നല്ല ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കി. അത്രത്തോളം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ ബാക്കി പിന്നീട് പറയാം. സമ്മർദ്ദത്തിനൊന്നും അവർക്ക് ശേഷിയില്ല. അവരാരെ സമ്മർദ്ദം, നമ്മളെ നേരെ സമ്മർദ്ദം, ഒരു അഭ്യർത്ഥന എന്ന് പറയുക. മറ്റു സമ്മർദ്ദമൊന്നും കൊണ്ട് നമ്മളെടുത്ത് വരാൻ പറ്റില്ല. അത് നിങ്ങളെപ്പോലത്തെ ലേഖകന്മാർ എഴുതുന്ന കാര്യമല്ലേ. നിങ്ങളിപ്പോൾ ലേഖനം എഴുതി, നിങ്ങളൊരു പത്രത്തിന്റെ ലേഖനാണെങ്കിൽ എഴുതി കൊടുത്താൽ, അവർ മറ്റു കാര്യങ്ങൾ അറിയിക്കാതെ കൊടുത്താൽ അത് പത്രത്തിന്റെ നയമായ അതിന്റെ പാർട്ടി പത്രമായാലും ഇതല്ലേ സംഭവിക്കുക. നിങ്ങൾ എഴുതി കൊടുക്കുന്ന പോലെ ഒരു ലേഖകൻ എഴുതി കൊടുത്തു, അതിന്റെ ഭാഗമായിട്ടൊക്കെ വന്നു എന്നുള്ളത് അത്രയും അതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അത് നിങ്ങൾ പിന്നീട് ചർച്ച ചെയ്തോളൂ. നിങ്ങൾ പാർട്ടി താല്പര്യം നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ഗൗരവത്തോടെ നോക്കണമെന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്ത ഘട്ടത്തിന്റെ വികസനത്തിന് ഇത് ആവശ്യമല്ല. അതിന്റെ വഴികളെല്ലാം തുറന്നു കിടക്കുകയാണ്.